ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ഒരു 4 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഡിറ്റിങ്ങിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുള്ള ഗ്രാമർ ടോപ്പിക്ക് ചിലപ്പോൾ ഇവിടെ ചോദിച്ചേക്കാം, നമ്മൾ ആകെ പെട്ടുപോകും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശരിയാക്കിയാൽ, കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോയാലേ ഈ 4 മാർക്ക് എവിടെയും പോകില്ല. നമ്മൾ ഒന്നാമതായിട്ട് എഡിറ്റിംഗിൽ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കില്ലേ, സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് ആണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്റ്റ് അത് സിംഗുലർ ആണോ അതോ പ്ലൂരൽ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ വെർബിനെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വെർബും സബ്ജക്റ്റും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഓർ കൺകേർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാനിവിടെ അതിന്റെ റൂള് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം, കൂടുതൽ സസ്പെൻസ് ഒന്നുമില്ല. നമുക്ക് ഐ എന്നോ യു എന്നോ ദേ എന്നോ അല്ലെങ്കിൽ വി എന്നോ അയ്യോ ദേവി എന്നൊക്കെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ പ്ലൂരലായ സബ്ജക്റ്റുകളോ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ വെർബിന് അതുപോലെ അങ്ങ് വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാതെ. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ സബ്ജക്റ്റുകൾ ഹി എന്നോ ഷീ എന്നോ ഇറ്റ് എന്നോ അല്ലെങ്കിൽ ദാറ്റ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലർ ആയ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അല്ലേ വെർബിന് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതിൻ്റെ കൂടെ ഒരു എസ് നിങ്ങൾ ആഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പിടിച്ചോ, ഐ ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറഞ്ഞുകൂടാ, കാരണം നമ്മളിവിടെ കണ്ടല്ലോ ഐ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വെർബിനെ അതുപോലെ വെക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഐ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്നേ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഹി ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹി ലൈക്സ് എന്ന് വേണം. അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അതായത് ഹി എന്നോ ഷീ എന്നോ ഇറ്റ് എന്നോ ദാറ്റ് എന്നോ സിംഗുലർ ആയ സബ്ജക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ വെർബിൻ്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം. ജംപ്സ്, റൺസ്, വാക്സ് അല്ലെങ്കിൽ പ്ലേസ്. അതുപോലെ തന്നെ ഇവിടെ ലൈക്സ് എന്നാണ് വരേണ്ടത്. ദ യൂണിവേഴ്സിറ്റി ഓഫർ എന്നല്ല, യൂണിവേഴ്സിറ്റി ഓഫേഴ്സ് എന്നാ. കാരണം എന്താ, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആയ സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊന്ന് കട്ടി കൂട്ടാം. ഓക്കെ, ദ ഊബർ ഡ്രൈവർ ഹാവ് റീച്ച്ഡ് ദ പാർക്കിംഗ് ലോട്ട് എന്നല്ല, ഇവിടെ ഹാസ് റീച്ച്ഡ് ദ പാർക്കിംഗ് ലോട്ടാ. സാർ അത് പറഞ്ഞില്ലല്ലോ സാർ, ഹാവ് ഹാസ് ഹാഡ് എവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ലല്ലോ, പറഞ്ഞുതരാം. ഈ ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നതില്ലേ സിംഗുലറിന്റെ കൂടെയാണ്. അതുപോലെ തന്നെ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂരലിന്റെ കൂടെയാണ്. അപ്പൊ സാർ ഈ ഹാഡോ അങ്ങനെ ഒരു സാധനം കൂടെ അല്ലേ, ഈ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാന്ന് പറയും, അത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നാ പറയാം. ഹി ഹാസ് എ കാർ എന്നല്ല, അവനിപ്പോൾ ഒരു കാർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, ഇപ്പം ഉണ്ട്. ഓർ ഐ ഹാവ് എ കാർ എന്നാ പറയാം, എനിക്ക് പണ്ടുണ്ടായിരുന്നുള്ളതിന് ഐ ഹാഡ് എ കാർ എന്നാണ് പറയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഡു യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡു നമ്മൾ പ്ലൂരലിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട് എന്ന് പറയില്ലേ, ഈ യു സാധാരണ ഇത് ശരിക്കും പ്ലൂരൽ അല്ല, യു എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ആ ഒരു ഗ്രാമർ റൂളായിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. ഐ യുവും നമ്മൾ പ്ലൂരലിന്റെ കൂട്ടത്തിലാണ് ചേർത്തി പഠിക്കുന്നത്, പ്ലൂരൽ അല്ല ശരിക്കും പറഞ്ഞാൽ. ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട്, ഇനിയിപ്പോൾ ഡസ് എന്ന് യൂസ് ചെയ്യില്ലേ നമ്മൾ, ഹി ഡസൻറ്റ് ഹാവ് എ ഗേൾ ഫ്രണ്ട്, അവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല, അവന് പെണ്ണില്ലല്ലോ നിങ്ങളത് പറയാം. ഹി ഡസൻറ്റ് ഹാവ് എ ഗേൾ ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയാം. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിലോ, ഡിഡ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദിക്കുക. ഓക്കെ, അത്രയുള്ള വ്യത്യാസം. ഈ വില്ലും വുഡും, വില്ല് ഫ്യൂച്ചറിലാണ്. ഐ വിൽ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരിക്കും എന്നാണ് പറയാം. പക്ഷെ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പറയാണ്. ഹി വുഡ് ഹാവ് എ കാർ, അവനൊരു കാർ ഉണ്ടായേക്കാം, പക്ഷെ ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ അതൊന്നല്ല ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഈ വില്ലെന്നും വുഡെന്നും കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മളൊരു വെർബ് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അല്ലേ ഒന്നും ആലോചിക്കേണ്ട, വെർബിന് അതുപോലെ അങ്ങോട്ട് ആഡ് ചെയ്യുക. വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ ഇടണം. റൺ, വാക്ക്, ജമ്പ്, പ്ലേ എന്നൊക്കെ പറയുന്ന ഫസ്റ്റ് ഫോമിൽ ഇടണം. അതിൽ എസ് ആഡ് ചെയ്യരുത്, അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ അത് കൊടുക്കരുത്. ഓക്കെ, വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പാസേജില്ലേ പാസ്റ്റ് ടെൻസിലാണോ പ്രസന്റ് ടെൻസിലാണോ, ഫ്യൂച്ചറിൽ അങ്ങനെ പോകാറില്ല. പാസ്റ്റ് ടെൻസിലാണോ പ്രസന്റ് ടെൻസിലാണോ നോക്കുക. എന്ന് വെച്ചാൽ ഈസ് എന്നോ ആർ എന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം അത് പ്രസന്റ് ടെൻസിലാണ് പോകുന്നത്. അതുപോലെ തന്നെ വാസ് എന്നോ വേർ എന്നൊക്കെ വരികയാണെങ്കിലേ അത് പാസ്റ്റ് ടെൻസിലായിരിക്കും പോവുക. അതുപോലെ തന്നെ ടൈമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ടൈം കഴിഞ്ഞ കാലത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലേ അവിടെ എന്തായാലും നമ്മൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം അല്ലേ, കഴിഞ്ഞു പോയില്ലേ. അങ്ങനെയാണെങ്കിലേ ഇവിടെ നമ്മൾ ബൈസ് എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം കൊടുത്താൽ ശരിയാവോ? അത് റോങ് ആണ്. നമ്മൾ വെർബിന്റെ സെക്കൻഡ് ഫോം ആയിട്ടുള്ള ബോട്ട് എന്ന് പറയണം, വാങ്ങിച്ചു, ബോട്ട്. ഹി ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത് എന്നുള്ള. അപ്പൊ ടെൻസ് നിങ്ങൾ വിശദമായിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ടെൻസിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അതിൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ആ ലാസ്റ്റത്തെ താഴെയുള്ള ഏറ്റവും പെർഫെക്റ്റ് കണ്ടിന്യൂസ്
നിങ്ങൾ അത്ര പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു 12 എണ്ണം അല്ലെങ്കിൽ ഈ ഒരു 9 എണ്ണം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അത് നിർബന്ധമായിട്ടും നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 12 ടൈപ്പ് ഓഫ് ടെൻസസ് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ടെൻസസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നു, ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഡാഷ് എസ്കേപ്പ്. ഇങ്ങനെ ഒരു കാര്യം കാണുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് പാസ്റ്റ് ടെൻസിലാണ് നടക്കുന്നത്. എങ്ങനെ മനസ്സിലായി? കെയിം എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, അത് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പാസ്റ്റിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോലീസുകാർ വന്നു, കള്ളൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പോലീസുകാർ വരുന്നതിന് മുന്നേ കള്ളൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പാസ്റ്റിൽ തന്നെ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കാര്യം ആദ്യം നടന്നു, അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു കാര്യം കൂടെ നടന്നു. ഇങ്ങനെയുള്ള കേസുകളിലല്ലേ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് പാസ്റ്റ് തന്നെ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യം നടന്ന കാര്യം പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യേണ്ട വെർബിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആയിരിക്കണം. ഇനി രണ്ടാമത് നടന്ന കാര്യം പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ദ പോലീസ് കെയിം എന്ന് പറയുന്നത് എന്താ? അത് സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാഡ് പ്ലസ് V3 പറയുമ്പോൾ അല്ലേ ദ തീഫ് ഹാഡ് എസ്കേപ്ഡ് എന്നുള്ളതായിരിക്കും. ദ തീഫ് ഹാഡ് എസ്കേപ്ഡ് എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ ഐ ഡാഷ് ബാക്ക് ഹോം എവറി ഈവനിങ്. ഇവിടെ ജസ്റ്റ് വാക്ക്ഡ് എന്ന് കൊടുത്താൽ മതി. കാരണം എന്താ, ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നുണ്ട്, സമയം പറയുന്നുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആണ്. വെർബിനെ ജസ്റ്റ് സെക്കൻഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ഹി യൂഷ്വലി വെയർസ് പാൻസ് ബട്ട് നൗ ഹി ഈസ് വെയറിങ്. ഇപ്പൊ അവൻ ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഹി ഈസ് വെയറിംഗ് എ ധോത്തി എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത്, ലുക്ക് ദ സ്നോ ഈസ് ഫോളിങ്. അഗെയിൻ സ്നോ ഈസ് ഫോളിങ് എന്ന് പറയുന്നിടത്ത് എന്താണ്? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി വൺ ഓഫ് ദ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഗ്രാമർ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ വൺ ഓഫ് ദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അതിന്റെ പ്ലൂറൽ ഫോമാണ് കൊടുക്കേണ്ടത്. ഹി ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല പറയേണ്ടത്, ഹി ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് പറയേണ്ടത്. ഓർ നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ട ഒരു സിനിമ വിചാരിക്കും. ഇപ്പോൾ ഇത് ഒരുപാട് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് കാന്താര എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഈ വർഷമാണ് ഇറങ്ങിയെന്ന് തോന്നുന്നത്. കാന്താര ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്നല്ല പറയേണ്ടത്, ബെസ്റ്റ് മൂവീസ് എന്നാണ് പറയേണ്ടത്. ബെസ്റ്റ് മൂവീസ് റിലീസ് ലാസ്റ്റ് ഇയർ. This can be considered as one of the rarest events happened in my life എന്നാണ് പറയേണ്ടത് കേട്ടോ. വൺ ഓഫ് ദ യൂസ് കഴിഞ്ഞാൽ പ്ലൂറൽ ആണ് അതിനുശേഷം യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, സംവൺ, സംതിങ്. സോറി, ജലദോഷം. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും സിംഗുലർ ആയതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ, നമ്മൾ വെർബ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എവ്രി വൺ ഹാവ് ദെയർ ചോയ്സ് അല്ല, എവ്രി വൺ ഹാസ് ദെയർ ചോയ്സ് ആണ്. ഡസ് എനി വൺ ഹാവ് എ പെൻസിൽ? കറക്റ്റാ, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഡസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് കറക്റ്റാണ്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി അതുപോലെ തന്നെ വേറൊരു ഗ്രാമർ റൂൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഈ ടു വന്നു കഴിഞ്ഞാലല്ലേ പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ ING ഫോം യൂസ് ചെയ്യരുത്. അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ചിങ് ദ മൂവി എന്ന് പറഞ്ഞുകൂടാ, ടു വാച്ച് ദ മൂവി എന്നാ പറയാൻ പാടുള്ളൂ. ടു വാച്ച്, ടു റൺ, ടു വാക്ക്, ടു ജംപ്, ടു പ്ലേ എന്നൊക്കെയാണ് വരേണ്ടത്. ടു കഴിഞ്ഞാൽ ING ഫോം നഹി. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് 1, 2, 3 ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് പരിപാടി ഫിനിഷ് ചെയ്യാം. ഓക്കെ, 4 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The real journey to Irfan's success begins with water. When he was 17 years old, he hires a rickshaw on a hot summer afternoon. He was thirsty and asked the rickshaw puller whether he will provide him water. The man answered politeness that he did not have the money to buy and stock bottles of water എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മിസ്റ്റേക്സ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കല്ല് കുറച്ച് കാര്യങ്ങളുണ്ട്. വെൻ ഹി വേർ എന്ന് നമ്മൾ പറയാം. വേർ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂരലിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഹി വാസ് 17 years old. ഹി ഹയേർഡ് എന്നാണ് കൊടുക്കേണ്ടത്. കാരണം എന്താ, നമ്മൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. എങ്ങനെയാ, ഇവിടെ വേർ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് തെറ്റാണെന്നുണ്ടെങ്കിലും അത് പാസ്റ്റ് ടെൻസിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. ഓൺ എ ഹോട്ട് സമ്മർ ആഫ്റ്റർനൂൺ ഹി വാസ് thirsty and asked the rickshaw puller whether he will അല്ല he would. കണ്ടോ, പാസ്റ്റിൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ അവിടെ നമ്മൾ വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ മാൻ ആൻസേർഡ് പൊളൈറ്റ്നെസ് അല്ല, പൊളൈറ്റ്ലി, വിനയത്തോടെ, പൊളൈറ്റ്ലി എന്നാണ് പറയേണ്ടത്. പൊളൈറ്റ്ലി ദാറ്റ് ഹി ഡിഡ് നോട്ട് ഹാവ് ദ മണി ടു ബൈ ആൻഡ് സ്റ്റോക്ക് ബോട്ടിൽസ് ഓഫ് വാട്ടർ. 1, 2, 3, 4 തെറ്റുത്തരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ
which any change is built. Learning help women help themselves and break the shackle of exclusions. Now here is this more essential than in a developing world. എവിടേക്കോ കല്ല് അടിക്കേണ്ടത്. Education is the foundation upon which any change is built. പ്രശ്നമൊന്നുമില്ല. ലേണിംഗ് ഹെൽപ്പ് അല്ല, ലേണിംഗ് ഹെൽപ്സ്. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വുമൻ ടു ഹെൽപ്പ് എന്നല്ല വരേണ്ടത്. ലേണിംഗ് ഹെൽപ്സ് വുമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾ അല്ല, ഷാക്കിൾസ് അത് ബഹുവചനമാണ്, പ്ലൂരൽ ആണ്. ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻസ്. നൗ ഹിയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ എനി ഡെവലപ്പിംഗ്, സ്പെല്ലിംഗ് ആണ് മിസ്റ്റേക്ക് കേട്ടോ, ഡെവലപ്പിംഗ് വേൾഡ്, DE ആണ്, ഡെവലപ്പിംഗ് വേൾഡ് എന്നാണ് അവിടെ വരേണ്ടത്. അടുത്തൊരു ചോദ്യം നോക്കിക്കോ. എഡിറ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ദി അമിഗോ ബ്രദേഴ്സ് വാസ് നോട്ട് അഷെയിംഡ് ഓഫ് ഹഗ് ഈച്ച് അതർ ടൈറ്റ്ലി. എവിടെയാണ് നമുക്ക് കല്ല് അടിക്കുന്നത്? അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്താ? പ്ലൂരൽ ആയ സബ്ജക്റ്റ് ആണ്. അപ്പോൾ വാസ് എന്ന് പറ്റുമോ? ഇല്ല, വേർ എന്നാണ് വരുന്നത്. അമിഗോ ബ്രദേഴ്സ് വേർ നോട്ട് അഷെയിംഡ് ഓഫ് ഹഗ് ഈച്ച് അതർ അല്ല, അഷെയിംഡ് ഓഫ് ഹഗ്ഗിങ് ഈച്ച് അതർ എന്നാണ് വരേണ്ടത്. ഹഗ്ഗിങ് ഈച്ച് അതർ ടൈറ്റ്ലി എന്നാണ് വരേണ്ടത്. നമുക്ക് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ. It was 1983. We live in Jakarta in a lovely white colonial home on a street that was quiet. It was a pleasant, almost perfect life until the day I was taken to visit a orphanage in the city. I did not remember the orphanage how looked, but I vividly remember the children. It was 1983 എന്ന് പറയുന്നത് കഴിഞ്ഞ കാലമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിവ് എന്ന് പറ്റുമോ? ഇവിടെ ലിവ്ഡ് എന്ന് പറഞ്ഞ വെർബിന്റെ സെക്കൻഡ് ഫോം നമ്മൾ ആഡ് ചെയ്യണ്ടേ? In a lovely white colonial home on a street that was quiet. ഒരു പ്രശ്നവുമില്ല. It was a pleasant, almost perfect life until the day I was taken to visit a orphanage ആണോ? An orphanage എന്നാണ് വരേണ്ടത്. In the city. I did not remember the orphanage how looked എന്നല്ല വരേണ്ടത്. How the orphanage looked. How the orphanage. അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് തെറ്റ്. How the orphanage looked എന്നാണ് വരേണ്ടത്. ബട്ട് ഐ വിവിഡ്ലി റിമെമ്പർ ദ ചിൽഡ്രൻ. ഇവിടെ 3 മിസ്റ്റേക്സേ ഉള്ളൂ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മളോട് എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. വിശദമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവിന് എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുക. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, ഓൾ ദ ബെസ്റ്റ്.